പല്ലി പല്ലി മോളെ പല്ലി പല്ലി എന്താ പല്ലി എന്താടാ എന്താ അയ്യോ പല്ലി എന്താ പറ്റിയേ ഞാൻ ഈ വേഗം ചെന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടോ വേഗം നിനക്ക് എന്താ പറ്റിയേ ഞാൻ അവിടെ എന്തോ കണ്ടു. എവിടെ അവിടെ ഒന്നുമില്ലല്ലോ ശരിയാ ഇവിടെ ഒന്നുമില്ലല്ലോ നിനക്ക് തോന്നിയതാവും അല്ല ഞാൻ ശരിക്കും അവിടെ എന്തോ കണ്ടു. അവിടെ ഒന്നുമില്ല അമ്മേ ഈ പല്ലി വെറുതെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങ. നിങ്ങളും പോവുക. വന്ന് ഇവർക്ക് ഉറക്കമില്ലാണ്ടായോ ഈശ്വര. നീ എന്തിനാ അവളെ പേടിപ്പിച്ചേ ഞാനോ നീ തന്നെ ഞാനൊന്നും ചെയ്തില്ല കാർത്തി കള്ളം പറയല്ലേ എന്തുവാ ഇത് ഞാൻ വന്നപ്പോ അവള് നിലത്ത് ബോധം പോയി കിടക്കുമായിരുന്നു അപ്പൊ നീ എന്തിനാ റൂമിന്ന് പുറത്തേക്ക് വന്നു അത് ഞാൻ അമ്മേനെ വിളിക്കാൻ വേണ്ടി വന്നതാ എന്താ അകത്തുനിന്ന് വിളിച്ചാൽ കോള് പോവില്ല എന്റെ അമ്മേനെ വിളിക്കാൻ എനിക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണം ശരി എന്നാ വാ കിടക്കാം എനിക്ക് തോന്നിയതായിരിക്കും. അതോ ആ ചേച്ചി പോയില്ലേ? ആ ചേച്ചി പോയതാണല്ലോ. പുല്ല് ഉറക്കം വരുന്നില്ല പേടിച്ചേച്ചി. ആഹാ വന്നല്ലോ. പല്ലി എവിടെ? അവള് വന്നില്ലേ? ഇല്ല അവർക്ക് മറ്റന്നാളത്തേക്കുള്ള പ്രാക്ടീസ് ഉണ്ട്. അവൾ ഒറ്റയ്ക്ക് വരുമോ? നീ എന്തിനാ അവളെ കൂട്ടാണ്ട് വന്നത്? അവളുടെ കൂടെ അവളുടെ ഫ്രണ്ട് ഗായത്രി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ കാപ്പി എടുത്തു വെക്കാം. വേണ്ട ഞാൻ കളിക്കാൻ പോവുക. ആ ചെളിയില് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചെളിയൊന്നും ഒരു വിഷയമേ അല്ല അമ്മേ. നിനക്കൊന്നും ഒരു വിഷയമല്ലല്ലോ. ഞാനാണല്ലോ നിന്റെയൊക്കെ ഡ്രസ്സ് അലക്കുന്നത്. ഞാൻ പോവുക. ചെളിയും പിടിച്ച് ഇങ്ങോട്ട് വാ, ശരിയാക്കി തരാം ഞാൻ. ഇന്ന് ഇത്രയൊക്കെ മതി, ബാക്കി ഇനി നാളെ ചെയ്യാം. വാ പോകാം. ഹലോ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചേട്ടാ മോളെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവൾക്ക് പനി കൂടി. നീ എപ്പോൾ എങ്ങനെ പോകും? അത് സാരമില്ല, ഞാൻ അഭിയേട്ടനെ വിളിച്ചതാണ്. നീ അങ്ങോട്ടേക്ക് ചെന്നോ. നീ വീട്ടിലെത്തിയിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ഹലോ അഭിയേട്ടാ, ഇപ്പോഴാ പ്രാക്ടീസ് കഴിഞ്ഞ്. ഏട്ടനൊന്ന് കൂട്ടാൻ വരുമോ? ഒരു മിനിറ്റ് ഞാൻ അപ്പോൾ വിളിക്കാം. വരൂലേ? കട്ടാക്കി തേണ്ടി. എന്താ വലി കൂടെയുള്ള പാറ്റേനെ കാണാനില്ലല്ലോ? നിങ്ങളുടെ മറ്റാള് എന്താന്ന്? അവൾ അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ പോയി. നീ എന്താ വൈകിയത്? നാളെ കഴിഞ്ഞുള്ള പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. അപ്പൊ മറ്റന്നാളത്തേക്ക് കുറച്ച് കോഴിമുട്ട വേണ്ടി വരുമല്ലോ എറിയാനായിട്ട്. അയ്യോ അതിന് പൂവൻകോഴി മുട്ടയിടുന്നു ഞാൻ ഇപ്പോഴാട്ടോ അറിഞ്ഞ്. ഇപ്പൊ എന്തായാലും അറിഞ്ഞല്ലോ. നീ വരുന്നുണ്ടോ? ഇല്ല, പൂവൻകോഴിക്ക് പെടക്കോഴികളെ കൂട്ടിക്കയറ്റാനുള്ള ഡ്യൂട്ടി ഉണ്ടായിരിക്കല്ലോ. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ടാണല്ലോ നിന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇല്ല, മോൻ ചെന്ന് അഞ്ജലിനെ കൂട്ടിക്കൊണ്ടാക്കും കേട്ടോ. പാവം കാത്തിരുന്ന് മടുത്ത് കാണും. ഇവിടെ തന്നെ നിന്നോ, വീട്ടുകാർക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ നീ ഇല്ലാത്തപ്പോ. നീ കൂടെ മരപ്പറ്റി. നീ കാർത്തികിന്റെ കൂടെ അവൻ അവിടെ ഉണ്ട്. ഞാൻ ഗ്രൗണ്ടിലാ. ശരി ബൈ. കേട്ടാ തോന്നുന്നു ഇവിടെ ഫിഫ വേൾഡ് കപ്പാണ് നടക്കുന്നതിന്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരും ഇവിടെ കളിക്കുന്നതിന് ഇത്രയ്ക്ക് ചാടാം. ഏത് നേരത്താണ്? കാർത്തി വിളിച്ചപ്പോൾ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ കാർത്തി ഫോണും എടുക്കുന്നില്ല. ഇനി ബസ് എപ്പോഴാന്നും അറിയില്ല. എന്തായാലും ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നോക്കാം. ഇവിടെ നിറച്ച് ആൾക്കാരാണല്ലോ. ഇവന്മാർക്കൊക്കെ വീട്ടിൽ പോയിക്കൂടെ? ഇത് അവളല്ലേ എന്നെ ഒറ്റിക്കൊടുത്ത അഭയുടെ അനിയത്തി പല്ലവി? ശരിയാ, ഇത് അവള് തന്നെയാടാ. ഈശ്വര, ഇവന്മാരായിരുന്നു അത്. എവിടെയടി നിന്റെ ആങ്ങള? എന്താടി മോളെ നിന്റെ നാവറിയിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? വീട്ടിൽ പോയി. അപ്പൊ പെങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ആങ്ങളെ പോയത് അല്ലേ? അയ്യോ മോള് പേടിക്കണ്ടാട്ടോ. ഏട്ടന്മാരെയൊക്കെ പരിചയപ്പെട്ടിട്ട് നമുക്ക് സാവധാനം വീട്ടിൽ പോവാം. ആങ്ങളമാർക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നാ മതിയോ? ഇതാര്? കാർത്തിക് സാറോ? ഒന്ന് കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും വന്നോ? അന്ന് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ? അതൊന്നും അങ്ങനെ വേഗം മറക്കാൻ പറ്റില്ലല്ലോ. തരുന്നുണ്ട് ഞാൻ നിനക്കും നിന്റെ കൂട്ടുകാരനും പിന്നെ വെക്കും. കരുത്തിയിരുന്നോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നീ കുറേ വാങ്ങിച്ച് കൂട്ടും. നമുക്ക് കാണാം ആരാ വാങ്ങിച്ച് കൂട്ടാൻ പോകുന്നതെന്ന്. വീട്ടിൽ പോടാ ചെറുക്ക. വലിയ വാ.